1 ദിനവൃത്താന്തം അധ്യായം 7. ഇസാക്കറിന്റെ പുത്രന്മാർ തോല, ഫൂവ, യാഷൂബ്, ഷിമ്രോൻ എന്നീ 4 പേർ. തോലായുടെ പുത്രന്മാർ ഉസി, റഫായ, യെറിയേൽ, യഹ്മായി, ഇബ്സാം, സാമുവൽ. ഇവർ തോലായുടെ കുലത്തിലെ തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമികളുമായിരുന്നു. ദാവീദിന്റെ കാലത്ത് അവരുടെ സംഖ്യ 22,600. ഉസിയുടെ പുത്രൻ ഇസ്രാഹിയ. ഇസ്രാഹിയയുടെ പുത്രന്മാർ മിഖായേൽ, ഒബാദിയ, ജോയേൽ, ഇഷിയ എന്നീ 5 പേർ. ഇവർ എല്ലാവരും പ്രമുഖന്മാരായിരുന്നു. അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ കുലത്തിൽ കുടുംബമനുസരിച്ച് ഗണങ്ങളായി തിരിച്ച 36,000 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിലെ എല്ലാ കുലങ്ങളിലും നിന്ന് ആകെ 87,000 പേർ സൈന്യത്തിലുണ്ടായിരുന്നു. ബെഞ്ചമിന്റെ പുത്രന്മാർ ബേല, ബേഖർ, യെദിയായേൽ എന്നീ 3 പേർ. ബേലായുടെ പുത്രന്മാർ എസ്ബോൻ, ഉസി, ഉസിയേൽ, എറിമോത്ത്, ഈറിം. ഈ 5 പേർ കുലത്തലവന്മാരും യോദ്ധാക്കളുമായിരുന്നു. വംശാവലി പ്രകാരം ഇവരുടെ കുലങ്ങളിൽ ആകെ 22,034 പേർ. ബേഖറിന്റെ പുത്രന്മാർ സെമിറ, യോവാഷ്, എലിയേസർ, എലിയോവേനായ്, ഓമ്രി, യെറമോത്ത്, അബിയ, അനാത്തോത്ത്, അലേമെത്ത്. വംശാവലി പ്രകാരം അവരുടെ കുലങ്ങളിൽ 20,200 ധീരയോദ്ധാക്കൾ. യെദിയായേലിന്റെ പുത്രൻ ബിൽഹാൻ. ബിൽഹാന്റെ പുത്രന്മാർ യവൂഷ്, ബെഞ്ചമിൻ, ഏഹൂദ്, കെനാന, സേഥാൻ, താർഷീഷ്, അഹിഷാഹർ. യെദിയായേലിന്റെ കുലത്തിൽ വംശാവലി പ്രകാരം 17,200 യോദ്ധാക്കൾ. ഈറിന്റെ പുത്രന്മാർ ഷുപ്പിം, ഹുപ്പിം. അഹറിന്റെ പുത്രൻ ഹുഷിം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സിയേൽ, ഗൂനി, യേസർ. ബിൽഹായിൽ നിന്ന് ജനിച്ച ഷല്ലൂം. മനാസയുടെ പുത്രന്മാർ അരമായക്കാരിയായ ഉപനാരിയിൽ നിന്ന് ജനിച്ച അസ്രിയേൽ. അവൾ ഗിലെയാദിന്റെ പിതാവായ മാക്കീറിന്റെയും അമ്മയാണ്. മാക്കീർ ഹുപ്പിമിനും ഷുപ്പിമിനും ഭാര്യമാരെ നൽകി. അവന്റെ സഹോദരി മാഖ. മാക്കീറിന്റെ 2ാമത്തെ പുത്രൻ സെലോഫഹാദ്. അവന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. മാക്കീറിന്റെ ഭാര്യ മാഖ ഒരു പുത്രനെ പ്രസവിച്ചു. അവനു പേരഷ് എന്നു പേരിട്ടു. അവന്റെ സഹോദരനായ ഷേരഷിന്റെ പുത്രന്മാർ ഊലാം, റാഖം. ഊലാമിന്റെ പുത്രൻ ബദാൻ. ഇവർ മനാസയുടെ മകനായ മാക്കീറിന്റെ മകൻ ഗിലെയാദിന്റെ പുത്രന്മാർ ആകുന്നു. ഗിലെയാദിന്റെ സഹോദരി ഹമ്മോലേക്കത്തിന്റെ പുത്രന്മാർ ഇഷ്ഹോദ്, അബിയേസർ, മഹ്ല. ഷെമീദായുടെ പുത്രന്മാർ അഹിയാൻ, ഷെക്കം, ലിഖ്ഹി, അനിയാം. എഫ്രായിമിന്റെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ ഷുത്തേലഹ്, ബേരത്ത്, തഹത്ത്, എലയാദ, തഹത്ത്, സാബത്ത്, ഷുത്തേലഹ്. ഷുത്തേലഹിന്റെ പുത്രന്മാർ ഏസർ, എലയാദ്. ഇവർ തദ്ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു. പിതാവായ എഫ്രായിം വളരെ നാൾ അവരെക്കുറിച്ച് വിലപിച്ചു. സഹോദരന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു. പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കിയാൽ അവന് ബെറിയ എന്നു പേരിട്ടു. അവന്റെ മകൾ ഷേറ താഴെയും മേലെയുമുള്ള ബെത്ത്ഹൊറോണും ഉസൻഷേരായും നിർമ്മിച്ചു. എഫ്രായിമിന്റെ മകൻ റേഫായുടെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ റേസഫ്, തേലഹ്, തഹൻ, ലാദാൻ, അമ്മിഹൂദ്, എലിഷാമ, നൂൻ, ജോഷുവ. അവർക്ക് അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങൾ ബഥേൽ, കിഴക്ക് നാരാൻ, പടിഞ്ഞാറ് ഗേസർ, ഷെക്കമയ്യ. മനാസയുടെ ദേശത്തിനരികെ ബത്ഷയാൻ, താനാക്, മെഗിദോ, ദോർ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും. ഇസ്രായേലിന്റെ മകനായ ജോസഫിന്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു. ആഷേറിന്റെ പുത്രന്മാർ ഇമ്ന, ഇഷ്വ, ഇഷ്വി, ബെറിയാം. ഇവരുടെ സഹോദരി സേരഹ്. ബെറിയായുടെ പുത്രന്മാർ ഹേബർ, ബിർസായിത്തിന്റെ പിതാവായ മൽക്കിയേൽ. ഹേബറിന്റെ പുത്രന്മാർ യാഫ്ലത്ത്, ഷോമർ, ഹോത്താം. അവരുടെ സഹോദരി ഷൂവ. യാഫ്ലക്കിന്റെ പുത്രന്മാർ പാസാക്, ബിംഹാൾ, അശ്വത്ത്. അവന്റെ സഹോദരനായ ഷേമറിന്റെ പുത്രന്മാർ റോഹ്വ, യഹൂബ, ആരാം. അവന്റെ സഹോദരനായ ഹേലമിന്റെ പുത്രന്മാർ സോഫാഹ്, ഇമ്ന, ഷേലഷ്, ആമാൾ. സോഫാഹിന്റെ പുത്രന്മാർ സൂവാഹ്, ഹർനേഫർ, ഷൂവാൾ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ഷമ്മ, ഷിൽഷ
ഇത്രാൻ, ബേര. ഏഥേറിൻ്റെ പുത്രന്മാർ യഫുന്ന, പിസ്പ, ആര. ഉല്ലയുടെ പുത്രന്മാർ ആരഹ്, ഹന്നിയേൽ, റിസിയ. ഇവർ ആഷേറിൻ്റെ ഗോത്രത്തിലെ കുലത്തലവന്മാരും പ്രസിദ്ധരായ വീരയോദ്ധാക്കളും പ്രഭുക്കന്മാരിൽ പ്രമുഖരുമായിരുന്നു. സൈന്യത്തിൽ ചേർന്ന അവർ ആകെ 26,000 പേർ ഉണ്ടായിരുന്നു.